ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നതിന് മുൻപായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തമിഴ് ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ അവസാനിച്ചു. ഇന്നലെ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. ചരിത്ര വിജയം നേടി RJ അർച്ചന. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി വൈൽഡ് കാർഡായി എത്തിയ ഒരു കണ്ടസ്റ്റൻറ്റ് ട്രോഫി വാങ്ങി. ഇത് ബിഗ് ബോസിൻ്റെ വിജയമോ പരാജയമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് തമിഴ് 7 ആരംഭിച്ച് 106-ാം ദിവസമായിരുന്നു ഗ്രാൻഡ് ഫിനാലെ. തമിഴ് സീസണിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു പെൺകുട്ടി ട്രോഫി നേടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. മുൻപ് ഋതിക ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായി ട്രോഫി നേടിയിരുന്നു. അതിനുശേഷം ട്രോഫി നേടുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റാണ് അർച്ചന. ബിഗ് ബോസ് ആരംഭിച്ച് 25 ദിവസങ്ങൾക്ക് ശേഷമാണ് അർച്ചന വൈൽഡ് കാർഡായി എത്തിയിരുന്നത്. അതിനു മുൻപ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ കയ്യടി നേടി മുന്നേറിയിരുന്നത് പ്രദീപായിരുന്നു. പ്രദീപിനെ സഹ കണ്ടസ്റ്റൻസ് ചേർന്ന് ആരോപണങ്ങൾക്ക് വിധേയനാക്കി പുറത്താക്കിയിരുന്നു. ആ അവസരത്തിൽ അകത്തേക്ക് വന്ന ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റായിരുന്നു അർച്ചന. അർച്ചന വളരെ ബോൾഡായി കാര്യങ്ങളെ ഫേസ് ചെയ്യുകയും തൻ്റെ അഭിപ്രായം ഒറ്റയ്ക്ക് നിന്ന് തന്നെ പറയുകയും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരുന്നു. പ്രദീപിനെ പുറത്താക്കിയതിൽ ബിഗ് ബോസിനോട് ഉള്ള പ്രേക്ഷകരുടെ എതിർപ്പും അർച്ചനയുടെ വിജയത്തിന് കാരണമായി എന്ന് പറയാം. പ്രദീപിനെ പുറത്താക്കിയതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രദീപ് ഫാൻസും ഈ അവസരം നന്നായി വിനിയോഗിച്ചു. എന്തായാലും ആകെയുള്ള വോട്ടിൻ്റെ 50% കൂടുതൽ അർച്ചന നേടിയെടുത്തു. ബാക്കി വോട്ടുകളാണ് ബാക്കി കണ്ടസ്റ്റൻസിനായി വീതിച്ച് കിട്ടിയത്. നിസ്സാരമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് നേരായ മാർഗത്തിലല്ലാതെ കണ്ടസ്റ്റൻസിനെ പുറത്താക്കുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നതിനൊരുത്തമ ഉദാഹരണം കൂടിയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 7-ലെ അർച്ചനയുടെ വിജയം. എന്തായാലും ബിഗ് ബോസ് തമിഴ് സീസൺ 7 അവസാനിച്ചപ്പോൾ 50 ലക്ഷം രൂപയും ട്രോഫിയും കാറും അർച്ചനയ്ക്ക് സ്വന്തം. ബിഗ് ബോസ് തമിഴ് സീസൺ 7 അവസാനിച്ചതിനാൽ ഫെബ്രുവരിയിൽ ചെന്നൈയിൽ ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 6-ൻ്റെ പ്രാരംഭ നടപടികൾ ഉടൻ ആരംഭിച്ചേക്കും. ഫെബ്രുവരി 25 കൂടി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ലോഗോ ലോഞ്ചിങ്ങും കോമണേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോയും വന്നു എങ്കിലും ഹോസ്റ്റായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മോഹൻലാൽ ഉൾപ്പെടുന്ന പ്രൊമോ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. അതിനായുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് മലയാളം ആരാധകർ. ആരാധകരുടെ കാത്തിരിപ്പ് ഉടൻ തന്നെ പ്രൊമോ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിടാൻ ഉടൻ തന്നെ പ്രൊമോ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോഹൻലാലിൻ്റെ തിരക്കുകൾ ഇതിന് വിലങ്ങിത്തടിയാകുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയിക്കേണ്ടതുള്ളൂ. എന്തായാലും തമിഴ് സീസൺ അവസാനിച്ചതോടുകൂടി മലയാളം സീസണിൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആവേശം കൂട്ടിയിരിക്കുകയാണ് മലയാളി ബിഗ് ബോസ് പ്രേമികൾക്ക്. ഇതിനകം തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ധാരാളം വന്നിട്ടുണ്ട് എങ്കിലും ആധികാരികമായ ഡേറ്റോ കണ്ടസ്റ്റൻ്റ് ലിസ്റ്റോ ഒന്നും തന്നെ അറിയിക്കാൻ സംഘാടകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആകെ ഔദ്യോഗികമായി പുറത്തുവിട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലോഗോയും കോമണേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ബിഗ് ബോസ് ശബ്ദത്തിലുള്ള പ്രൊമോ വീഡിയോയും മാത്രമാണ് സംഘാടകർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത്. ഡേറ്റും പ്രൊമോയും ഒക്കെ ഉടൻ തന്നെ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുന്നു. ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും, അപ്ഡേറ്റുകൾ നൽകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6-നെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവരോ ആരൊക്കെയാവും ഈ ബിഗ് ബോസ് സീസണിൽ നിങ്ങൾ അടുത്ത സീസൺ 6-ൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആരെയൊക്കെയാണ്, ആരൊക്കെ ഉണ്ടായാൽ ബിഗ് ബോസ് സീസൺ
സിക്സ് കുറച്ച് കൊഴുക്കും എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം ദയവായി ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തൂ. നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ആരെ കാണാനാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ആരെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആര് വരുമെന്നാണ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിട പറയുന്നു. നന്ദി, നമസ്കാരം.